അപ്പോൾ ഗ ഛ ഡ ദ ഫ ഇതിനെ ഘോഷത്തിലാണ് പറയുന്നത്. ഇത് പ്രീവിയസ് ആണ്. ഇതിലെ അക്ഷരം ഘോഷത്തിൽ ഉൾപ്പെടുന്ന അക്ഷരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തൊന്ന് പഠിച്ചു വയ്ക്കുക. ഘ ഇച്ഛ ഡ ധ ഫ. അപ്പോൾ നമുക്ക് ആലോചിക്കാം. ഞാൻ തന്നെ ഒരു കോഡ് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ഒരു എല്ലാത്തിനും ചുഴുപ്പുള്ള അക്ഷരങ്ങളാണ്. ഇതിൽ ഘായിലുണ്ട്, ഇച്ഛായിലുണ്ട് ഒരു ചുഴുപ്പ്. ഇവിടെ ഡാ ഇങ്ങനെ മറിച്ചിടുന്നതിലും ഒരു ചുഴുപ്പുണ്ട്. പിന്നെ ദായും ഞാൻ മറിച്ചിടുന്ന ദായും ഫായും ഇത് രണ്ടും കൂടെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കണം. ഘോഷം പ്രീവിയസ് ആണ് കേട്ടോ. ഏതൊക്കെ അക്ഷരമാണ് ഘോഷത്തിൽ വരുന്നതെന്ന് പഴയത് ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് അനുനാസികം. ഇത് നമുക്കൊരിക്കലും തെറ്റാൻ ചാൻസ് ഇല്ല. ങ ഞ ന ന മ, ങ ഞ ന ന മ ഇതെല്ലാം നമ്മൾ മൂക്ക് ഉപയോഗിച്ചല്ലേ ഉച്ചരിക്കണം. ങ ഞ ന ന മ ഇത് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ കാച്ചാടാത്ത പയായിരിക്കും ഗരം. ഓക്കെ, ഇനി ഘോഷം ശ്രദ്ധിക്കണം. ഗ ഇച്ഛ ഡ ധ ഫ. ഇനി മൃദു എന്ന് പറയുമ്പോൾ ഗ ജ ഡ ദ ബ, ഗ ജ ഡ ദ ബ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഉച്ചാരണത്തിൻ്റെ ബേസിലാണ്. ഖ ഖ ഗ ഖ ങ അതിന് നമ്മൾ പറയുന്നത് കാണ്ഡ്യം എന്നാണ്. കാണ്ഡ്യം ഖ ഖ ഗ ഖ ങ. ഫസ്റ്റ് കാണ്ഡ്യം, സെക്കൻഡ് ച ഇച്ഛ ജ ഇച്ഛ ഞ. താലവ്യം എന്നാണ് പറയുക. ഡാഠ ഡാഠണ അത് മൂർധന്യം. ഇനി അടുത്തത് ഥാ ഥ ദാ ധ ന ദന്ത്യം. ഥാ ഥ ദാ ധ ന നമ്മൾ പല്ല് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിതിന് ദന്ത്യം എന്ന് പറയുന്നത്. ഥാ ഥ ദാ ധ ന. അടുത്ത ഫൈനലി പാ ഫ ബ ഫ മ ഇത് ഓഷ്ടിയാണ്. ഇത് നമുക്ക് കിട്ടാൻ എളുപ്പമാണ്. കവർഗത്തിൽപ്പെട്ട കാക്ക കാക്ക ങ പറയുന്നത് കാണ്ഡ്യമെന്നും ചവർഗത്തിൽപ്പെട്ടവയെ താലവ്യമെന്നും ഡവർഗത്തിൽപ്പെട്ടതിന് മൂർധന്യമെന്നും തവർഗത്തിൽപ്പെട്ടതിന് ദന്ത്യമെന്നും പറയുന്നു. പവർഗത്തിൽപ്പെട്ടതിന് ഓഷ്ട്യം. അപ്പോൾ ഈ വാക്കുകൾ മറക്കാതെ ഓർമ്മിച്ച് വയ്ക്കുക കേട്ടോ. ഇതിൽ കാണ്ഡ്യത്തിൽ വരുന്ന ഏതാണ്, താലവ്യത്തിൽ ഏതാണ് വരുന്നതെന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിതൊന്ന് നോക്കി വച്ചിരിക്കാം. കവർഗത്തിൽ വരുന്നത് കാണ്ഡ്യം, ചവർഗത്തിൽ താലവ്യം, ഡവർഗത്തിൽ മൂർധന്യം, തവർഗത്തിൽ ദന്ത്യം, പവർഗത്തിൽ ഓഷ്ട്യം. ഇത്രയും എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് വെക്കണേ.